രഞ്ജി ട്രോഫി ഫൈനൽ കഴിഞ്ഞിരിക്കുന്നു. കേരളം റണ്ണേഴ്സപ്പ് ആയിരിക്കുന്നു. ചരിത്രം തന്നെയാണ് പിറന്നത്. നമുക്ക് അത് വെച്ചിട്ട് അഭിമാനിക്കാനും ആഘോഷിക്കാനുമുള്ള അവസരമുണ്ട്. ക്യാപ്റ്റൻ സച്ചിൻ ബേബി തന്നെ നമുക്കിപ്പം ചേരുകയാണ്. സച്ചിൻ, കൺഗ്രാസ്. നമുക്ക് ആ വലിയ കിരീടം ഇല്ല, പക്ഷേ ചെറിയ കിരീടമാണ്, പക്ഷേ വലിയ നേട്ടം തന്നെയാണ്. ഈ നേട്ടത്തിലേക്ക് വന്നതിന് എല്ലാവിധ ആശംസകളും എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. അല്ല, വളരെ സന്തോഷം. നമുക്ക് ഒരു വലിയ ഡ്രീം തന്നെയായിരുന്നു ആ രഞ്ജി ട്രോഫി എന്നുള്ള ഒരു കാര്യം. അപ്പോൾ നമുക്ക് ഈ വർഷം അത് എത്തിയില്ല. ബട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സീസണിലെ പ്രകടനവും ഈ സീസണിലെ ഒരു എല്ലാ ഇതും വെച്ചിട്ട് എനിക്ക് തോന്നുന്നു നമുക്ക് ഇവിടെ എത്താൻ പറ്റുമെങ്കിൽ ഇനിയും അവിടെ എത്താൻ പറ്റും. അപ്പം അതിനുള്ള എഫേർട്ട് നമ്മൾ എന്തായാലും ഈ വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എന്തൊക്കെ മിസ്റ്റേക്സ് ആണോ നമ്മൾ കാണിച്ച് അതിൽ നിന്ന് ലേൺ ചെയ്തിട്ട് അടുത്ത വർഷവും നമ്മൾ ഫൈനൽ കളിച്ച് നമുക്ക് ആ ഒരു ട്രോഫി നേടാൻ നമ്മൾ ശ്രമിക്കും. കഴിഞ്ഞ 2 സീസണുകളിലായിട്ട് നമുക്ക് നേരിയ വ്യത്യാസത്തിനൊക്കെയാണ് നമ്മൾ മുന്നോട്ടുള്ള പോക്ക് തടസ്സപ്പെട്ടത്. ഇത്തവണ ഭാഗ്യമൊപ്പം ഉണ്ടായിരുന്നു. ഒപ്പം ഫൈനലിലേക്ക് വന്നപ്പോൾ അത് ചിലപ്പോൾ തുണച്ചിട്ടുണ്ടാവില്ല. എങ്കിലും പിഴച്ചു പോയെന്ന് തോന്നുന്ന എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടോ ഈ ഘട്ടത്തിൽ? അല്ല, നമുക്കുണ്ടല്ലോ നമ്മൾ ഇങ്ങനത്തെ ഒരു ഫൈനലിൽ നോക്കുമ്പോഴത്തേക്കും കുറേ കാരണം ടാലൻസ് എപ്പോഴും ബോത്ത് സൈഡിൽ സെയിം ആയിരിക്കും. അപ്പം ഏത് ടീമാണോ ആ മിസ്റ്റേക്സ് ഏറ്റവും കുറവ് കാണിക്കുന്ന ടീംസ് അവർക്കായിരിക്കും ഏറ്റവും ഒരു അപ്പർ ഹാൻഡ് എപ്പോഴും ഉണ്ടാകുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് കൂടുതൽ മിസ്റ്റേക്സ് കളിച്ചു, ഇൻക്ലൂഡിങ് മീ. കുറേ മിസ്റ്റേക്സ് നമ്മൾ പറ്റിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ലൂസിങ് സൈഡിലായത്. ആ ക്യാച്ചിനെ കുറിച്ച് തന്നെയാണ് ചോദിക്കാൻ വന്നതും അത് പറഞ്ഞതും കഴിഞ്ഞു. എങ്കിലും വിമർശനങ്ങൾ ഒരു ഭാഗത്ത് വരുന്നുണ്ടെങ്കിലും വലിയ സപ്പോർട്ട് സച്ചിൻ ബേബിക്കുണ്ട്. കാരണം ചിലർ എടുത്തു പറയുന്ന 235 പന്ത് നേരിട്ടു, 98 റൺസ് സച്ചിൻ എടുത്തു, അതൊക്കെ കാണാതിരുന്നുകൂടാ എന്നൊക്കെയുള്ള സപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റ് നമുക്ക് വിട്ട് കളഞ്ഞാൽ ഇനി എന്താണ് ടീം ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഒരു ടാലൻസ് പൂൾ വലിയ വലുതാണ്. അപ്പോൾ നമ്മൾ ഈ കൂടുതൽ അതർ സ്റ്റേറ്റ്സ് താരങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടോ വരും സീസണിൽ? എങ്ങനെയാണ് നിങ്ങളുടെ പ്ലാൻ എന്തായിരിക്കും? അല്ല, ഇനിയും അതിന് കുറേ ഇനിയുണ്ട്. അടുത്തൊരു സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒക്ടോബറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് കുറേ സമയമുണ്ട്. അപ്പം നമ്മുടെ സെക്രട്ടറി, പ്രസിഡന്റ്, നമ്മുടെ കോച്ചൊക്കെ കൂടി ഇരുന്നിട്ട് നമുക്ക് എങ്ങനെയാണ് റൈറ്റ് കോമ്പിനേഷൻ ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സീസണിൽ എന്തൊക്കെ മിസ്റ്റേക്സ് ആണോ നമ്മൾ കാണിച്ചത്, അപ്പോൾ അതൊക്കെ എല്ലാം മാറ്റി നിർത്തി നല്ലൊരു ബെറ്റർ വേർഷൻ ഒരു കേരള ടീമായിട്ട് വീണ്ടും വന്നിട്ട് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ നോക്കും. ഇതിപ്പം ബേസ് നിങ്ങൾ ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഭാവിയിൽ കേരളം ഓൾറെഡി അടയാളപ്പെടുത്തി കഴിഞ്ഞു. കേരളം എന്നൊരു സ്റ്റേറ്റ് ഉണ്ടെന്ന് നാഷണൽ ലെവലിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ നമുക്ക് ദൗത്യം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഈസിയായെന്ന് തോന്നുന്നു അടുത്ത സീസണുകൾ കളിക്കുന്നതിനും. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രഷറും ഉണ്ടാകും. ഓവർകം ചെയ്യാൻ കഴിയുമല്ലോ അല്ലേ? അല്ല, നമ്മൾ ആ ഒരു ലെവൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ കേരള ടീം എപ്പോഴും ഒരു വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ എപ്പോഴും നെയിം ചെയ്തൊരു ഒരു ടീമായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ വന്ന് റെഡ് ബോളിൽ നമ്മൾ ക്വാർട്ടർ ഫൈനൽ കളിച്ചു, സെമി ഫൈനൽ കളിച്ചു, നമ്മളിപ്പോഴത്തെ വീണ്ടും നമ്മൾ ഫൈനൽ കളിച്ചു. അപ്പോൾ നമ്മുടെ എപ്പോഴും ഇനിയിപ്പം കേരള ടീം എപ്പോഴും നമ്മൾ ആ ഒരു ക്വാളിഫൈ എന്ന് പറഞ്ഞത് അതൊരു എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു ടീമായിട്ട് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്തൊരു ഡ്രീം എന്ന് പറഞ്ഞാൽ ഒരു ഡൊമസ്റ്റിക് ഒരു ട്രോഫിക്ക് വേണ്ടി തന്നെ ആയിരിക്കും. അപ്പം ഒരു കളി പോലും തോറ്റിട്ടില്ല, 3 സമനില, 4 ജയം, പിന്നെ ഭാഗ്യത്തിൻ്റെ കൂടി ക്വാർട്ടേഴ്സ് ഫൈനലിലും വന്നിരിക്കുന്നു. ക്രിക്കറ്റ് ആരാധകരോട്, കേരളത്തിലെ ആരാധകരോട് ക്യാപ്റ്റനും ടീമിനും പറയാനുള്ളത് കൂടി പറയാം. അല്ല, നിങ്ങളുടെ സപ്പോർട്ട് ഇറ്റ്സ് ബിൻ ഭയങ്കര നല്ല ഫാന്റാസ്റ്റിക് ആയിരുന്നു. കാരണം നമ്മൾ എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് മെസ്സേജ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇനിയും നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ കേരള ടീം നമ്മൾ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലൊരു മാർക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു ടീം നമ്മളെ അത്ര ചെറിയ ഒരു ടീമായിട്ട് ഒരിക്കലും കാണത്തില്ല. അപ്പം ഇനിയും നിങ്ങളുടെ ഒരു വിഷസ് ആൻഡ് പ്രേയേഴ്സ് നമ്മുടെ ടീമിനുണ്ടാവണം. നമ്മൾ എന്തായാലും കേരളത്തിനെയും നിങ്ങളെല്ലാവരെയും നമ്മൾ പ്രൗഡ് മൊമെൻ്റ് ആക്കാൻ നോക്കും. അപ്പം ക്രിക്കറ്റ് ആരാധകരെല്ലാം കേട്ടല്ലോ, സന്തോഷത്തോടു കൂടി ഇരിക്കുക. ഇനിയും നമുക്ക് ഒരുപാട് പ്രൈഡ് മൊമെന്റ്സ് സമ്മാനിക്കാനുള്ള തുടക്കമാണ് ഇട്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടി ആശംസകൾ. ക്യാമറമാൻ വിനായനൊപ്പം അനൂപ് ഷൺമുഖൻ, റിപ്പോർട്ടർ, നാഗ്പൂർ.